Hi. So, welcome back to my podcast and to my channel. ഞാൻ ഒരുപാടായി ഒരു മലയാളം പോഡ്കാസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് തരുന്നൊരു സ്പെഷ്യൽ മെസ്സേജ് ഉണ്ട്. അതിൻ്റെ ഒരു മലയാളം പോഡ്കാസ്റ്റാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്നത്തെ ടോപ്പിക് ഇങ്ങനെയാണ്: യു ആർ ആക്ച്വലി കോൾഡ് ടു റിലാക്സ് ആൻഡ് റീചാർജ്. ഇതൊരു കളക്റ്റീവ് മെസ്സേജാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇത് റെസൊനേറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ എനർജിയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസം കൊണ്ടുവരുന്നത് ഒരു മെസ്സേജാണ്. സത്യം പറഞ്ഞാൽ യൂണിവേഴ്സ് പറയുന്നുണ്ട്, സ്പിരിറ്റ്സ് പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്കും ഒന്നൊരു കുഞ്ഞു പൂച്ചക്കുട്ടി കടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്നിനെക്കുറിച്ചും ബോധേഡല്ല, ഒരു കാര്യത്തെക്കുറിച്ചും വെറീഡല്ല, വളരെ ഈസി ആയിട്ട് കാമായിട്ട് സോഫ്റ്റ് എനർജിയിലാണ്. അങ്ങനത്തെ ഒരു വൈബ് നിങ്ങളിൽ പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടെ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ കടലിൽ ഒന്ന് അതിനകത്തേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി നമ്മുടെ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാനോ ഒന്നിനെക്കുറിച്ച് റെസിസ്റ്റ് ചെയ്യാനോ നമുക്ക് തോന്നാതെ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ആ കടലിൻ്റെ ആഴത്തിലേക്ക് നമ്മളങ്ങനെ ഉറങ്ങുകയാണ് കടന്ന്. അതിലേക്ക് വീണു പോകുമ്പോൾ ഒരു പീസ്ഫുൾ എനർജി, നമ്മളെ ആരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്നിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇമാജിനേഷൻ ഒന്ന് ചെയ്തു നോക്കും. അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സും പറയുന്നത്. എന്തും ആകട്ടെ, എന്തും നടക്കട്ടെ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ബിക്കോസ് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഭയമുണ്ട്, ഒരു ടെൻഷനുണ്ട്, എവിടെയൊക്കെയോ ഒരു പിരിമുറുക്കങ്ങളുണ്ട്, എന്തിനെയൊക്കെയോ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ബിക്കോസ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം, നിങ്ങളുടെ സ്പിരിച്വൽ മൈൻഡിനെയും ശാന്തമാക്കണം. കാരണം അടുത്തൊരു പുതിയ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങാൻ പോവുകയാണ്. ആ തുടങ്ങാൻ പോകുന്ന ചാപ്റ്ററിനെ നിങ്ങൾക്ക് പുതിയ രീതിയിൽ വെൽക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു അവേക്കനിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ അടുത്തൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ മൈൻഡ്, ബോഡി, സോൾ, എയ്ത്ത് ചാക്ര, ദ സോൾ സ്റ്റാർ ചാക്രയ്ക്ക് അസെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ നമ്മുടെ സമയം മാറി എന്നൊക്കെ പറയുന്നത് പോലെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ആ ഒരു എനർജിക്ക്. സോ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം. എന്ന് വെച്ചാൽ മനസ്സ് ശാന്തമാക്കിയിട്ട് എന്താണോ നിങ്ങളെ ബോദർ ചെയ്യുന്നത്, എന്തിൻ്റെ പുറകെ ഓടുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ പുറകെ ഓടുന്നത്, അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് അബണ്ടൻസ്. അബണ്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? ജീവിതത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അബണ്ടൻസ് ഉണ്ടാവാം, ആരോഗ്യപരമായിട്ട് അബണ്ടൻസ് ഉണ്ടാവാം, നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അബണ്ടൻസ് ഉണ്ടാവാം. അബണ്ടൻസ് ഇൻ ഓൾ ഏരിയസ് ഓഫ് അവർ ലൈഫ്, റൈറ്റ്? സോ എന്തും നമുക്ക് യൂണിവേഴ്സ് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സമയത്തിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് മാത്രം ഇരിക്കുക. ഓക്കെ? സോ ആ ഒരു ടൈമിൽ എന്തായിരിക്കും നെക്സ്റ്റ് എന്നോർത്ത് വേവലാതിപ്പെടാതെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, മനസ്സിനെ ശാന്തമാക്കുക. സോ മോസ്റ്റ് ഓഫ് യു റിയലി നീഡ് ടു ഹിയർ ദിസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ മെസ്സേജ് ഒരു പ്രയോറിറ്റി ആയിട്ട് എല്ലാവർക്കും ഇന്ന് കിട്ടണം എന്നും എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ മെസ്സേജ് അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇനി പുതിയൊരു മെസ്സേജിൽ കാണാം. ഓക്കെ, ബൈ.